ആ ബാലുവിന്റെ അരികിലേക്ക് ഒരു താമരപ്പൂവുമായിട്ട് വരണമെങ്കിൽ അത് കേവലം ഒരു സാധാ കുട്ടിയെ കൊണ്ട് സാധിക്കില്ല. അത് ആ പൊന്നു ഗുരുവായൂരപ്പൻ തന്നെയാണ്. ഗുരുവായൂർ ഉണ്ണിക്കണ്ണന്റെ വികൃതികളെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ ഒരു ജന്മം എടുത്തു പറഞ്ഞാൽ പോലും തീരില്ല ഭഗവാന്റെ വികൃതികൾ. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭഗവാൻ കാണിച്ചൊരു വികൃതി. മാർച്ച് 10-ാം തീയതി വിശ്വപ്രശസ്തമായിട്ടുള്ള ഗുരുവായൂർ ആനയോട്ടമായിരുന്നു. അന്ന് ഭഗവാന്റെ അരികിലേക്ക് ആദ്യമായി ഓടിക്കയറിയത് ബാലുവായിരുന്നു. അന്ന് ഭഗവാന്റെ ഉച്ചപൂജ അലങ്കാര വർണ്ണന ഒരു കയ്യിൽ താമരയും മറുകൈയിൽ ഓടക്കുഴലുമായിരിക്കുന്ന കണ്ണനായിരുന്നു. അന്ന് ഭക്തജനങ്ങൾ ചിന്തിച്ചിരുന്നു ഭഗവാൻ ഈ താമര ആർക്ക് സമർപ്പിക്കും എന്നുള്ളത്. ഭഗവാൻ നിരീക്ഷിച്ചത് ആരെയാണ്? ഗജവീരൻ ബാലുവിനെ തന്നെയാണ്. അങ്ങനെ ബാലു വിജയിയായി. ഭഗവാന്റെ ശീവേലിക്ക് ഭഗവാന്റെ തിടമ്പ് ശിരസിലേറ്റി ബാലു. തന്നെ ശിരസിലേറ്റിയ ബാലുവിനെ അദ്ദേഹം ആ ശ്രീലകത്ത് ഇറങ്ങി വന്ന് ഭഗവാൻ താമര സമർപ്പിച്ചു. പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ എന്ന നടന്ന സംഭവമാണ്. ഭഗവാന്റെ തിടമ്പ് ശിരസിലേറ്റിയ ബാലു ഏകദേശം 5 മണിയോടെ കൂടെ ബാലുവിനെ കൊണ്ടുപോയി കെട്ടിയിട്ടു. അധികം ആൾത്തിരക്ക് ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഒരു കുട്ടി ഒരു താമരപ്പൂവുമായിട്ട് ബാലുവിന്റെ അരികിലേക്ക് ഓടി വന്നു. അങ്ങനെ ബാലുവിനെ നീട്ടി. ബാലു തുമ്പിക്കൈ കൊണ്ട് ആ താമര വാങ്ങിച്ചു. ഇത് കണ്ടു നിന്നിരുന്ന ഒരാൾ ഓടി വന്നിട്ട് ഈ കുട്ടിയെ തള്ളി മാറ്റി. ആനക്കാരൻ ഓടി വന്നു. പെട്ടെന്ന് ആ കുട്ടി ഓടി മറിഞ്ഞു. ക്ഷേത്രത്തിൽ എല്ലാവരും ആ കുട്ടിയെ തിരഞ്ഞെങ്കിലും ആ കുട്ടിയെ കാണാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഒരു താമരപ്പൂവുമായിട്ട് ബാലുവിന്റെ അരികിലേക്ക് വരണമെങ്കിൽ അത് ആരായിരിക്കും? അത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ അല്ല എന്ന് പറയാൻ ആർക്കും സാധിക്കില്ല. കാരണം ആ ബാലുവിന്റെ അരികിലേക്ക് ഒരു താമരപ്പൂവുമായിട്ട് വരണമെങ്കിൽ അത് കേവലം ഒരു സാധാ കുട്ടിയെ കൊണ്ട് സാധിക്കില്ല. അത് ആ പൊന്നു ഗുരുവായൂരപ്പൻ തന്നെയാണ്. തന്റെ അരികിലേക്ക് ആദ്യമായി ഓടിയെത്തിയ ആ ഗജവീരനെ ഭഗവാൻ അങ്ങ് പോയി സ്വീകരിച്ചു. അത്രയും കരുണാസാഗരമാണ് ഗുരുവായൂരപ്പൻ. ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ, ഞാൻ ക്ഷേത്രത്തിൽ വന്ന സമയമാണ്, ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ ഭഗവാൻ എന്നോട് പറയുന്ന പോലെ തോന്നി, നീ എന്റെ ഭക്തരിലേക്ക് പെട്ടെന്ന് ഈ ഒരു കാര്യം എത്തിക്കുക എന്നുള്ളത്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു അനുഭവം നുകരാനായിട്ട് സാധിക്കട്ടെ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.